ഹലോ. അപ്പോൾ ഇന്നേ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള ദിവസമാണ്. പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഊരുദണ്ഡൽ തന്നെ നമ്മളിവിടെ ഒമാനിൽ വന്നിട്ട് കാണാൻ പോകാത്ത സ്ഥലങ്ങൾ, കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ നോക്കി എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ അങ്ങനെ തന്നെ രാവിലെ വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ. ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ദോശയും സാമ്പാറുമാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല, വളരെ എന്താ പറയുന്നത്, ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. അപ്പം ക്യാരറ്റും കിഴങ്ങും തക്കാളിയും സവോളയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് അരിഞ്ഞ് വേഗം കുക്കറിലേക്ക് വെക്കുന്നുണ്ട്. ദോശമാവ് ഞാൻ മടി കാരണം അരച്ചില്ല, വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ ദോശമാവ് വാങ്ങിക്കാൻ കിട്ടും, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ. അപ്പം അത് വാങ്ങിച്ചിട്ട് ഞാനൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക, ഉണ്ടാക്കുന്നതിന് 1/2 മണിക്കൂർ മുന്നേ. അപ്പം നമുക്ക് ചൂടായിട്ട് ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഒരു പരിപ്പും ഞാൻ ഒന്നിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. സാധാരണ സാമ്പാർ വെക്കുന്ന സമയത്ത് പരിപ്പ് ആദ്യം ഒന്നിട്ട് അടിച്ചെടുക്കും, അത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളൊന്ന് സെപ്പറേറ്റ് നിന്ന് അടിച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഈ പ്രാവശ്യം എന്താണെങ്കിലും ഞാൻ പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചിട്ടാട്ടോ അടിച്ചെടുത്ത്. അത്ര മടിയായിരുന്നു, അതാണ് സത്യം. എന്നിട്ട് നമ്മുടെ സാമ്പാറിനുള്ളതൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു, എന്താണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുമല്ലേ, പിന്നെ കുറച്ച് അർബാടവും കൂടെ ആയിക്കോട്ടെ, കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു ചമ്മന്തിയും കൂടെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ, തേങ്ങാ ചമ്മന്തി. അപ്പം അതൊന്ന് കടുകൊക്കെ വറുത്ത് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാർ ഇപ്പുറത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട്. ആ കൂടെ ഞാൻ ദോശയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിലിടയ്ക്കൂടെ നമ്മുടെ ചായ കൂടിയും നടക്കുന്നുണ്ട്. പാച്ചൂട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കിച്ചണിലാണല്ലോ, നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ കിച്ചാൻ നോക്കിക്കോളൂ കേട്ടോ. അവൻ എണീറ്റ് വരുമ്പോൾ അവന് പല്ല് തേപ്പീരും കുളിപ്പീരും അവനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് റെഡിയൊക്കെ ആയിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് ആ അവസ്ഥയ്ക്ക് തിരിഞ്ഞ് നോക്കണ്ട, അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ അവർ നോക്കിക്കോളും. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളല്ലോ, അപ്പം നമുക്ക് പിന്നെ ഇതൊന്നും ആരും ചെയ്തു തരാനില്ലാത്തത് കൊണ്ട് നമ്മളിതൊക്കെ ഉണ്ടാക്കിയിട്ട് സാവധാനം പോയി ഒരുങ്ങും. അപ്പോൾ ഞാൻ ദോശയെല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നെയ് റോസ്റ്റാണ് കേട്ടോ. എനിക്ക് അല്ലാണ്ട് കട്ടിയുള്ള ദോശ അത്ര ഇഷ്ടമല്ല, എനിക്ക് ഗീ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കുള്ള ഗീ റോസ്റ്റും എനിക്ക് ഗീ റോസ്റ്റ് ഇഷ്ടമാണ്ട് ഇവിടെ ഉള്ളവരെ കൊണ്ട് ഞാനത് കഴിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഇച്ചാന് ഒത്തിരി നെയ്യ് ഒഴിച്ചിട്ടുള്ള ദോശ ഇഷ്ടമല്ല, അതുകൊണ്ട് ആക്കുള്ളത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യ് കാണിച്ചിട്ട് ഉണ്ടാക്കും. എനിക്കുള്ളതിനകത്ത് ഞാൻ നന്നായിട്ട് നെയ്യിട്ടുണ്ടാക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി, സാമ്പാറൊക്കെ ഉണ്ടാക്കി, ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി, അതൊക്കെ നല്ല ചൂടോടുകൂടി കഴിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അവർ ഓൾറെഡി റെഡിയാകാൻ വേണ്ടി പോയിട്ടുണ്ട്, പിന്നെ നമുക്ക് റെഡിയായാൽ മതി. അപ്പം ഞാൻ ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂട്ടി പെട്ടെന്ന് കഴിച്ച് നല്ല ചൂടോടെ കഴിച്ചിട്ട് അങ്ങനെ റെഡിയാകാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ദോശ സാമ്പാറും ചമ്മന്തി. സാമ്പാറിൻ്റെ വെള്ളമാണെങ്കിൽ അങ്ങ് സാരമില്ല, കുഴപ്പമില്ല, നാളെ ചൂടാക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കുറച്ച് പട്ടിഷോ ഒക്കെ കാണിക്കാം. അപ്പോൾ ഞാൻ മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. കോമ്പാക്ട് പൗഡറും കുറച്ച് കൺമഷിയും കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുള്ളൂ. കോമ്പാക്ട് പൗഡർ ഞാൻ മെബിലിൻ്റെ ആണ് കേട്ടോ, കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. കുറേ വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 6 വർഷത്തോളമായിട്ടുണ്ട് ഞാൻ മെബിലിൻ്റെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പരസ്യമൊന്നുമല്ല കേട്ടോ, എന്തോ അതിഷ്ടമാണ്, അത് മാത്രമേ എനിക്കങ്ങ് ചേരുന്നുള്ളൂ. ഇനി എന്തിട്ടാലും ഒരു മെനിയില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മളിങ്ങനെ സ്വയം നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മളിതിടുമ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇടും, കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ചിലരൊക്കെ അവിടെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. നേരത്തെ ഒരുങ്ങാനാണെന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ ഇരുന്ന് അപ്പനും മോനോടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ അവർ ഒരുങ്ങാൻ കയറിയത്. പിന്നെ ഞാനൊന്ന് നമ്മുടെ ഐബ്രോസൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് കണ്ണൊക്കെ എഴുതി, പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടാതെ ഞാൻ പുറത്തിറങ്ങില്ല കേട്ടോ. എന്നെ മിക്കവരും കളിയാക്കും, ഇതൊക്കെ എന്തോ ഒരു വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ എന്താ നടത്തില്ല ഒരു കോൺഫിഡൻസ്, അത് ലിപ്സ്റ്റിക്ക് ഇടുന്ന എല്ലാവർക്കും എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, ഇതും നമ്മുടെ ലാക്മേയുടെ ആണ് കേട്ടോ, വൈൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, അതാണ് ഉപയോഗിക്കുന്നത്. കോമ്പാക്ട് പൗഡർ നാച്ചുറൽ ബേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ചുരുണ്ട മുടി ഉള്ളവർക്കറിയാം ഇതൊന്ന് നേരെയാക്കുക എന്നുള്ളതാണ്. അതൊരു ടാസ്ക് തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ രാത്രി തന്നെ ഒന്ന് ചെടയൊക്കെ കളഞ്ഞൊന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതങ്ങനെ അനങ്ങാതിരുന്നോളൂ. ഇപ്പോൾ രാവിലെ എണീറ്റ് വലിയ പണിയൊന്നുമില്ല. എന്നാലും എന്താണെന്നറിയില്ല, ഈ ചുരുണ്ട മുടി അങ്ങ് സെറ്റാകത്തില്ല. ഞാൻ ഇതിന് മുന്നേ ഒന്ന് സ്മൂത്തനിങ് ഒക്കെ ചെയ്താൽ കേട്ടോ, നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ. പക്ഷേ അതെനിക്ക് അങ്ങോട്ട് നല്ല മുടി പൊഴിച്ചിലും ഉണ്ടായിരുന്നു, പിന്നെ തലവേദന അങ്ങ് സഹിക്കാൻ മേലായിരുന്നു. നമ്മൾ അത്രയും സമയം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് കുറേ ദിവസം കണ്ടിന്യൂസ് തലവേദന അങ്ങ് തുടങ്ങിയതുകൊണ്ട് പിന്നെ ഞാനത് രണ്ടാമത് ചെയ്തില്ല കേട്ടോ.
അത് ഫുള്ള് ഞാൻ കുറച്ചങ്ങ് വളർന്നു കഴിഞ്ഞപ്പോൾ മുഴുവനായിട്ട് അങ്ങ് മുറിച്ച് കളഞ്ഞു. പിന്നെ നമ്മുടെ ഇപ്പം ഈ ചുരുണ്ടമുടി ഇങ്ങനെ വളർന്ന് വരിക. ഞാനെപ്പോഴും ലെയർ അടിച്ച് നിർത്താറാണ് പതിവ്. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി. പിന്നെ ഇപ്പം ഞാൻ ഈ അടിച്ചു കൊടുക്കുന്ന സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുരുണ്ടമുടി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടുമ്പോൾ കുഴപ്പമില്ല, പുറത്തോട്ടെങ്ങാനും ഇറങ്ങി ഒരു കാറ്റ് ആ സൈഡിൽ കൂടെ എങ്ങാനും പോയി മുടിയെല്ലാം ഇങ്ങനെ എണീറ്റ് നിൽക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. കുറേ കുഞ്ഞു കുഞ്ഞ് മുടികളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കും. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സെറ്റിംഗ് സ്പ്രേ അടിക്കുവാണെങ്കിൽ അതങ്ങനെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി. പാച്ചുട്ടിക്ക് ഭയങ്കര നാളാണ് കേട്ടോ ക്യാമറ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കുറേ ഒട്ടകങ്ങളുണ്ട് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ഒട്ടകങ്ങളെ കാണുന്നത്. നേരത്തെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്ര എണ്ണത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാൾ ഓഫ് ഒമാനും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂവിയിലേക്കാണ് കേട്ടോ പോണേ. നമ്മൾ മത്രാസുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോണേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഏറ്റവും വലിയ ഇവിടെ ഈയിടെ വെച്ച കൊടിമരമാണ് കേട്ടോ, നല്ല ഉയരം കൂടിയ കൊടിമരം. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകും. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒമാൻ എയർ ഫ്ലൈറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ നെസ്റ്റോയിലേക്കാണ് പോയത്. നെസ്റ്റോയിൽ കയറി ഒന്നും വാങ്ങിയില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോകുന്നുള്ളൂ. അപ്പം നമ്മൾ വണ്ടി ഇട്ടിട്ട് പോരുവാണ്. ഈ വണ്ടി ഇട്ട് കഴിയുമ്പോൾ ചിലർക്കുണ്ടല്ലോ ലോക്ക് ചെയ്തോ, ഗ്ലാസ്സൊക്കെ കയറ്റി കേട്ടോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ആ കൺഫ്യൂഷൻ അടിച്ചിട്ട് വരുന്ന ആളെയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ കയറി നമ്മളവിടെയൊക്കെ ഒന്ന് കറങ്ങി ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ട്. നമ്മളൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയത്. ഓഫറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഴയിലയിൽ നല്ല മട്ടൻ ബിരിയാണി. ഞാൻ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ എവിടെ ഇറങ്ങിയാലും എനിക്ക് ചോറ് മതി എന്ന് പറയുന്ന ഒരാളുണ്ടാവുമല്ലോ നമ്മുടെ കൂട്ടത്തിൽ, ആ ആളാണ് കേട്ടോ ഇപ്പോൾ ചോറ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ട്, ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോണത് മത്രാസൂക്കിലേക്കാണ്. ഇത് മത്ര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതിൻ്റെ അകത്താണ് കേട്ടോ മത്രാസൂക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഉണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങോട്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഒക്ടോബർ നവംബർ ടൈമിൽ വരുന്നതാണ് കുറച്ചും കൂടി നല്ലത്, തണുപ്പ് സമയമല്ലേ. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിവിടെ വന്നിരിക്കാനും, ഇപ്പോൾ ചൂട് സമയം കൊണ്ട് ആരും ആ സൈഡിലൊന്നും പോയി ബീച്ചിൻ്റെ സൈഡിലൊന്നും പോയി ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതേ കപ്പലൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് മത്രാസൂക്കിലേക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മത്രാസൂക്കിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പം എക്സാക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിൻ ബ്രോഡ്വേയുടെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇവരുടെ ട്രഡീഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം. കുറേ ഡ്രസ്സും ചെരുപ്പുകളും പിന്നെ നമ്മുടെ എന്താ പറയുക പെർഫ്യൂംസ്, ഊത്, അത്തർ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെന്താ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ട് കുറച്ച് അധികം ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള. ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ അല്ലേ കൂടുതലും വരുന്നത്, അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമുക്കിങ്ങനെ പുറത്തൊക്കെ നിന്നൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ കൗതുകമാണല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഒരു 3-4 മണിക്കൂർ നടന്ന് കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കാണാൻ മാത്രമുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ വിലക്കുറവൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറിനേഴ്സൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് അവർ അത്യാവശ്യം റേറ്റ് ഇട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ ഒരു എന്നാ പറഞ്ഞ 1-2 രൂപ വല്ലതും ഒക്കെ കുറച്ച് തന്നെങ്കിലേ ഉള്ളൂ, അല്ലാണ്ട് ഇവർ പൈസ ഒന്നും കുറയ്ക്കത്തൊന്നുമില്ല കേട്ടോ, നല്ലതായിട്ട് പൈസ വാങ്ങിക്കുന്നവർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മലയാളികളുടെ ഷോപ്പുകളും ഉണ്ട് കേട്ടോ കുറച്ചധികം. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് കണ്ട് പിന്നെന്താ നമ്മളങ്ങനെ ഇറങ്ങി അവിടുന്ന്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ കോഫി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബീച്ച് ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്നവർക്കും ഇവിടെ വന്നിരുന്ന ഒരു കോഫിയൊക്കെ കുടിച്ച് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ടൊക്കെ ഉള്ള കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് അങ്ങനെ നമ്മൾ പോവാണ്. ശരിക്കും വൈകുന്നേരം ടൈമുകളിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പാറയിലൊക്കെ ഇങ്ങനെ ഇവർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മളൊരു 6 മണി 7 മണി ടൈമിൽ വന്നാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ഇതിനോട് ചേർന്ന് ഒരു കുഞ്ഞല്ല അത്യാവശ്യം ഒരു വലിയ പാർക്കുണ്ട് കേട്ടോ. നമുക്കിരുന്ന് വൈകുന്നേരം ടൈമുകളിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറേ ടൈമുണ്ട്. ഈ കാണുന്ന പാറകളിലൊക്കെ വൈകിട്ട് ലൈറ്റ് ഇടും, അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് നമ്മൾ എന്താ പറയുക ഷിപ്പ് യാർഡൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെങ്ങും കറങ്ങാൻ നിന്നില്ല, പിന്നെ ഒരുപാട് രാത്രിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അവിടുന്ന് കുറച്ച് വ്യൂസൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോരുവാണേ. അപ്പോൾ വീട്ടിലേക്ക് പോരുന്ന വഴി ഞങ്ങൾ എന്താ പറയുന്നത് പിന്നെ നമ്മളൊന്നും ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചായിരുന്നല്ലോ. അപ്പോൾ അതേ പാച്ചുട്ടി ഞാനും ഞാൻ നല്ലോണം മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തൂടെ നടന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ പാട്ടൊക്കെ ഇട്ട് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അതിൻ്റെ അതിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്
അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ എങ്ങും പോകാനുള്ള ശേഷിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല വെയിലുമായിരുന്നു, നമ്മൾ നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം ഇങ്ങനെ നിന്ന് കണ്ടൊക്കെ വരണ്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു.